ഹായ് മക്കളെ, നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ എളുപ്പത്തിലാക്കി തന്നാലോ? അത്തരത്തിലൊരു ചാപ്റ്റർ ആയിരുന്നു ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിലെ എക്സ്പാൻഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ എക്സ്പാൻഷൻ നമ്മൾ എഴുതി വരുമ്പോൾ വലിയൊരു എക്സ്പാൻഷൻ ഇങ്ങനെ എഴുതി 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 പോകുന്ന ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ ഇതെന്തായിരുന്നു, ഇത് അങ്ങനെയാണോ വരിക എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം, നോക്കിക്കോളൂ. ഞാനൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതാം. എക്സ് പ്ലസ് 1/x ഹോൾ റേസ് 4. ഇത് എക്സ്പാൻഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി എഴുതി 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 പോകുമ്പോൾ പല കൺഫ്യൂഷൻ അവിടെ വരും. ആ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ ചെറിയൊരു ടെക്നിക്കാണ് എക്സാം ഹാളിൽ മാത്രം യൂസ് ചെയ്യുക. ആദ്യം ഇവിടെ പവറിൽ 4 ആണുള്ളത്, അപ്പോൾ നമുക്കറിയാം ഇവിടെ 4c 0 തുടങ്ങും. പിന്നെ അത് മാറി 4c 1 ആകും. പിന്നെ അത് മാറി 4c 2 ആകും. പിന്നെ അത് മാറി 4c 3 ആകും. അവസാനം അതെന്താവും? 4c 4 ആകും. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. നമ്മൾ നീട്ടി വലിച്ചായിരുന്നു എഴുതാറുള്ളത്. ചെറുങ്ങനെ ഈ രീതിയിൽ അങ്ങ് എഴുതുക. എന്നിട്ട് അടുത്തത് ഒന്നാമത്തെ ടേം എടുക്കുന്നു. ഒന്നാമത്തെ ടേം ഇവിടെ എക്സാ. എക്സിൻ്റെ പവർ കൂടി കുറഞ്ഞു 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 വരും. അപ്പോൾ തുടക്കത്തിൽ ഏറ്റവും വലിയ പവർ കൊടുക്കണം. അത് ഇവിടെ 4 ആണ്. സോ എക്സ് റേസ് 4 എഴുതി, 1 കുറയ്ക്കുക. എക്സ് ക്യൂബ് എഴുതുക, 1 കുറയ്ക്കുക. എക്സ് സ്ക്വയർ എഴുതുക, 1 കുറയ്ക്കുക. എക്സ് എഴുതുക, അവസാനം കുറയ്ക്കാനില്ല, എഴുതണ്ട. അടുത്തത് നമ്മൾ രണ്ടാമത്തെ ടേമിലേക്ക് പോയി. 1/x. അവസാനത്തെ ടേമിൽ ഒന്നാമത്തെ ടേമില്ല, അപ്പൊ ആദ്യത്തെ ടേമിൽ രണ്ടാമത്തെ ടേമും ഇല്ല. അപ്പൊ ആദ്യത്തെ ടേമിൽ രണ്ടാമത്തെ ടേം എഴുതണ്ട, രണ്ടാമതിൽ തുടങ്ങണം. 1/x എഴുതുക. അടുത്തത് ഇൻറ്റു 1/x സ്ക്വയർ എഴുതുക, ഇൻറ്റു 1/x ക്യൂബ് എഴുതുക, ഇൻറ്റു 1/x റേസ് 4 എഴുതുക. അവസാനത്തെ ഒരു കാര്യം കൂടെ കേട്ടാൽ ക്ലിയർ ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ പ്ലസ്. ഇനി മൈനസ് ആണെങ്കിലോ തുടക്കം മൈനസ് ഇടുക, പ്ലസ് ഇടുക, മൈനസ് ഇടുക, പ്ലസ് ഇടുക. ഈ രീതിയിൽ പോവുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നടുവിൽ എല്ലാത്തിൻ്റെയും കൂടെ പ്ലസ്. അത് ഞാൻ കുറച്ച് വലുതാക്കിയിടുന്നു. ഓക്കെ, അടുത്ത നോക്കിയ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതിൻ്റെ ഒക്കെ ഏതാ? 4c 0, 4c 1, 4c 2, 4c 3, അതുപോലെ തന്നെ 4c 4. ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പാസ്കൽ ട്രയാങ്കിൾ. പാസ്കൽ ട്രയാങ്കിളിൽ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റാണ് പറയുന്നത്. ആ കോഎഫിഷ്യൻ്റ് പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ചാൽ 1 4 6 4 1 ആകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ടുപോലെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. സോ ഒന്നാമത്തത് 1 ആകുന്നു, അത് എഴുതേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു എക്സ് റേസ് 4 എക്സ് റേസ് 4 പ്ലസ് 4c 1ൻ്റെ വാല്യൂ 4. 4 ഇൻറ്റു ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ക്യൂബും എക്സും വെട്ടിയ സ്ക്വയർ ആയി 4x സ്ക്വയർ പ്ലസ് 4c 2ൻ്റെ വാല്യൂ 6, അത് എഴുതി. എക്സ് സ്ക്വയർ കട്ടായി, ബാക്കി ഒന്നും എഴുതാനില്ല. പ്ലസ് 4c 3 അതിൻ്റെ വാല്യൂ 4 ആകുന്നു, 4 എഴുതി. ഇൻറ്റു എക്സും എക്സ് ക്യൂബും കട്ട് ചെയ്താൽ സ്ക്വയർ ഉണ്ടാവും, 4/x സ്ക്വയർ പ്ലസ് 4c 4ൻ്റെ വാല്യൂ 1 ഇൻറ്റു എക്സ് 1/x റേസ് 4 1/x റേസ് 4. നോക്കിക്കേ, എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു എക്സ്പാൻഷൻ 2 സ്റ്റെപ്പിൽ നമ്മൾ തീർത്തു. ഫുൾ മാർക്ക് നിങ്ങളുടെ കയ്യിൽ.